നമസ്കാരം. മദ്യപാനം കരളിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ എ ഷാനിദാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തെ തന്നെ ബാധിക്കുന്ന വലിയൊരു വിപത്ത് തന്നെയാണ് ഈ മദ്യപാനം എന്ന് പറയുന്നത്. മദ്യം ഈ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? ഈ മദ്യം കരളിനെ എങ്ങനെയാണ് തകർക്കുന്നത്? നമുക്കെല്ലാം അറിയാം, മദ്യം ഒരു അളവിൽ കൂടുതൽ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കുകയും അത് നമ്മുടെ ജീവിതത്തിന് തന്നെ വളരെ ഹാനികരമായി തീരുകയും ചെയ്യും. മദ്യം പ്രധാനമായും ബാധിക്കുന്നത് നമ്മുടെ നമുക്കെല്ലാം അറിയാവുന്ന പോലെ കരളിനെയാണ്. കാരണം മദ്യത്തിൻ്റെ എല്ലാ മെറ്റബോളിസവും അതിൻ്റെ നടക്കുന്നതെല്ലാം കരളിലാണ്. കരളിലെ മദ്യം അതിൻ്റെ അസറ്റാൽഡിഹൈഡും മറ്റേ ആസിഡ് ആവുകയും ചെയ്യും. അപ്പോൾ കരളിനെയാണ് കൂടുതൽ ബാധിക്കുന്നത്. പിന്നെ ബാധിക്കുന്നത് പ്രധാനമായും തലച്ചോറിനെയാണ്. തലച്ചോറിലും ഞരമ്പിനെയും ബാധിച്ചിട്ട് ആൽക്കഹോളിക് എൻസെഫലോപ്പതി, അതായത് പിന്നെ ന്യൂറോപ്പതി എന്ന അസുഖങ്ങളെല്ലാം മദ്യം മൂലം ഉണ്ടാകാം. തലച്ചോറിനെയും ഞരമ്പുകളെയും ബാധിക്കാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു അസുഖം എന്ന് പറയുന്നത് ആൽക്കഹോളിക് കാർഡിയോമയോപ്പതി എന്ന് പറയുന്ന അസുഖമാണ്. അതായത് മദ്യം മൂലം ഹൃദയത്തിൻ്റെ പേശികൾക്കുണ്ടാകുന്ന വീക്കമാണ് ആൽക്കഹോളിക് കാർഡിയോമയോപ്പതി. ഇതും പ്രധാനപ്പെട്ട ഒരു അസുഖമാണ്. പിന്നെ ദീർഘകാലം മദ്യം കഴിക്കുന്ന മൂലം നമ്മുടെ സൈക്കോളജി, അതായത് മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും കൂടുതൽ പ്രശ്നങ്ങൾ, സൂയിസൈഡ് ടെൻഡൻസി എന്നിവയെല്ലാം ചിലപ്പോൾ കാണാം. അങ്ങനെ പല രീതിയിൽ നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളെയെല്ലാം മദ്യം ബാധിക്കുകയും അത് ദീർഘകാലം കഴിച്ചാൽ അത് ശരീരത്തിന് തന്നെ ഹാനികരമാകുകയും അത് മരണം വരെ സംഭവിക്കാനുള്ള അസുഖങ്ങളുണ്ടാക്കുകയും ചെയ്യും. ഏതെല്ലാം തരത്തിലാണ് ഈ ഒരു അമിതമായ മദ്യത്തിൻ്റെ ഉപയോഗം അപകടങ്ങൾ ഉണ്ടാക്കുന്നത്? അതുപോലെ തന്നെ ഈ മദ്യം മൂലമുണ്ടാകുന്ന കരൾ രോഗങ്ങൾ എന്തെല്ലാമാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, മദ്യം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ കരളിനാണ്. കരളിൻ്റെ പല സ്റ്റേജസ് ലിവർ ഡിസീസ് മദ്യം മൂലം ഉണ്ടാകാം. അതിൽ ഏറ്റവും ആരംഭ ദിശയിലുണ്ടാകുന്ന അവസ്ഥയാണ് ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്ന അസുഖം. അത് മദ്യം കൂടുതൽ 10 വർഷം കൂടുതൽ മദ്യം കഴിക്കുമ്പോൾ കരളിൽ ഫാറ്റ് അടിയുന്ന ലിവർ ഫാറ്റ് എന്ന് പറയുന്ന അസുഖമാണ് ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇത് കൂടുതൽ നാളും ആൽക്കഹോളിക് ഫാറ്റി ലിവറുള്ള രോഗി വീണ്ടും വീണ്ടും മദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന അസുഖം ഉണ്ടാകും. അതായത് മദ്യം മൂലം കരളിൽ കൂടുതൽ നീർവീക്കം ഉണ്ടാകുകയും അതിൽ മഞ്ഞപ്പിത്തം എന്നിവ ലക്ഷണങ്ങൾ കൂടുതൽ കണ്ടേക്കുകയും ചെയ്യാം. ഇങ്ങനെ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഉള്ള രോഗി വീണ്ടും മദ്യം കഴിക്കുകയാണെങ്കിൽ ദീർഘകാലം കഴിഞ്ഞാൽ ലിവർ സിറോസിസ്, അതായത് കരളിനുണ്ടാകുന്ന നീർവീക്കം, അതായത് ഗുരുതരമായ ഫൈബ്രോസിസ്, അതായത് വടുക്കൾ വേണ്ട അസുഖമാണ് കരൾ വീക്കം ലിവർ സിറോസിസ് എന്ന അസുഖം കാരണമായും ചെയ്യേക്കാം. ഇങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ലിവറിനെ ബാധിക്കുന്ന മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന അസുഖം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ മദ്യപാനം മൂലം ഉണ്ടാകുന്ന ഇപ്പം ലിവർ സിറോസിസ് അടക്കമുള്ള രോഗങ്ങളുടെ കാര്യം പറഞ്ഞു. മറ്റെന്തെല്ലാം രോഗങ്ങളാണ് ഈ ഗുരുതര മദ്യപാനം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ? അതുപോലെ തന്നെ ഏതു മദ്യവും കരളിനെ കേടുവരുത്തുന്നതാണോ? അതായത് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു മിഥ്യാധാരണയുണ്ട്. അതായത് ചെറിയ തോതിൽ ആൽക്കഹോൾ കണ്ടന്റുള്ള പാനീയങ്ങളുണ്ട്. അതായത് ബിയർ, വൈൻ എന്നിവയെല്ലാം മദ്യം എന്ന ഗണത്തിൽപ്പെടുന്നില്ല എന്നുള്ള ചില ചിന്ത നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് തെറ്റാണ്. നമ്മുടെ ആൽക്കഹോൾ കണ്ടന്റുള്ള എല്ലാ പാനീയങ്ങളെയും മദ്യം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതിൻ്റെ തോത്, അതായത് അതിൻ്റെ വീര്യത്തിലുണ്ടാകുന്ന വ്യത്യാസമാണ് അതിൻ്റെ ഓരോന്നിനും ഇത് കൂടുതൽ സ്ട്രോങ് ആയി ഇതും പറയുന്നത്. സ്പിരിറ്റ് എന്ന് പറയുന്ന ആൽക്കഹോൾ, വിസ്കി, ഇതെല്ലാം പറയുന്നത് 40% ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതാണ്. അതാണ് വിസ്കി, റം എന്നിവയെല്ലാം. പിന്നെ അതിൽ കുറഞ്ഞ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതാണ് നമ്മുടെ ബിയർ എന്ന് പറയുന്നത്. 4% കണ്ടന്റ് ഉള്ളത്. പിന്നെ 8% ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതാണ് വൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ആൽക്കഹോൾ കണ്ടന്റ് പല രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളത് വിസ്കി, റം എന്നീ പാനീയങ്ങളാണ്. അത് സ്പിരിറ്റ് എന്ന പാനീയം പറയുന്നു. അതാണ് കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലുള്ള തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ആൽക്കഹോളിക് അസുഖമുള്ള ആൾക്കാർക്ക് ഈ ബിയർ, വൈൻ എന്നിവ കഴിക്കുന്നതിലുണ്ട് ഒരു പ്രശ്നമില്ല എന്നാണ് ചിലർക്ക് ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. ലിവർ സിറോസിസ് അങ്ങനെയുള്ള അസുഖങ്ങൾ വന്നാൽ പിന്നെ ഒരു അംശം പോലും മദ്യം നമ്മുടെ ശരീരത്തിൽ പൊക്കിവിടുക, അത് കരളിന് കേടുവരികയും ബ്ലഡ് ഛർദ്ദിക്കുകയും മൂത്രം, മഞ്ഞ ഇവയെല്ലാം ആൽക്കഹോളിക് എൻസെഫലോപ്പതി, അതായത് ഓർമ്മക്കേട് എന്നിവയെല്ലാം കാരണമായേക്കാം. അതുകൊണ്ട് മദ്യം വളരെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അതേപോലെ ഈ മദ്യപാനം മൂലം ഉണ്ടാകുന്ന ഒന്നാണ് ഈ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. എന്താണ് വാസ്തവത്തിൽ ആൽക്കഹോളിക് ഫാറ്റി ലിവർ? എന്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ? എന്താണ് അതിൻ്റെ ചികിത്സ?
ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നത് നമ്മുടെ ലിവറിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജാണ്. അത് മദ്യപാനം മൂലം ഉണ്ടാകുന്ന കരൾ വീക്കത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജാണ് ആൽക്കഹോളിക് ഫാറ്റി ലിവർ. അതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് പലപ്പോഴും അതിൻ്റെ ലക്ഷണങ്ങൾ വളരെ കുറവായിരിക്കും. അതായത് ദീർഘകാലം മദ്യം കഴിക്കുന്ന ഒരാൾക്കാർക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ഈ ലിവറിൻ്റെ എൻസൈംസ് LFT, SGPT, SGOT, പിന്നെ ബിൽറൂബിൻ എന്നിവയിൽ ചെറിയ ചേഞ്ചസ് കാണാം. പിന്നെ ഉള്ളത് നമ്മുടെ അൾട്രാസൗണ്ട്, വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ലിവറിൽ ഫാറ്റി ലിവർ എന്ന് കാണിക്കാം. അത് കൂടാതെ വളരെ ലക്ഷണങ്ങൾ അത് വളരെ കുറവാണ്. അതായത് ചിലപ്പോൾ ക്ഷീണം, ദീർഘകാലം മദ്യം കഴിക്കുന്നവർക്ക് ചിലപ്പോൾ ക്ഷീണം ഉണ്ടാകാം, വയറിന് ഒരു അസ്വസ്ഥത, വയറിൻ്റെ റൈറ്റ് സൈഡ് അതായത് കരളിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ അസ്വസ്ഥത വരാം, ചെറിയൊരു മൂത്രത്തിലും കണ്ണിലും ചെറിയായിട്ട് മഞ്ഞളിപ്പ് എന്നിവ കണ്ടേക്കാം. ഇവയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. കൂടുതൽ നമ്മൾ കാണുന്ന രോഗികൾക്ക് യാതൊരു ലക്ഷണങ്ങളും കണ്ടെന്ന് വരില്ല. പലപ്പോഴും പല ചെക്കപ്പുകളും ബ്ലഡ് ടെസ്റ്റുകളും ചെയ്യുമ്പോഴാണ് ഇതറിയുന്നത്. അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ദീർഘകാലം മദ്യം കഴിക്കുന്ന ആൾക്കാർ ഇടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. അതായത് ലിവറിൻ്റെ ഫങ്ഷൻ ടെസ്റ്റ്, LFT, ബിൽറൂബിൻ, SGOT, SGPT, ALP എന്ന് പറയുന്ന എൻസൈംസ് ഉണ്ട്. പിന്നെ ബ്ലഡിലെ കൗണ്ട് ചെക്ക് ചെയ്യും. പിന്നെ അൾട്രാസൗണ്ട്, വയറിൻ്റെ അബ്ഡമൻ സ്കാൻ എന്ന് പറയുന്നത് ലിവറിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ, ഇവയെല്ലാം ചെയ്ത് നോക്കിയാൽ എത്രത്തോളം ലിവറിന് ഡാമേജ് ഉണ്ടെന്ന് അറിയുകയും അങ്ങനെ ആരംഭ ദിശയിൽ തന്നെ അത് മദ്യം നിർത്തുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഈ നോർമൽ കരൾ വിട്ട് ഭേദമാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ് എന്നിവയെല്ലാം പോയി കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും നോർമൽ ഒരു കരൾ തിരിച്ചു കിട്ടാൻ വളരെ പാടാണ്. അതുകൊണ്ട് ആരംഭ ദിശയിൽ തന്നെ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് മദ്യം നിർത്തുകയും അത് നോർമലായിട്ട് കൊണ്ടുവരാനും കഴിയും. ഡോക്ടർ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ കേൾക്കാവുന്ന മറ്റൊരു രോഗമാണ് ഈ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. എന്താണ് ഈ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്? എന്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ? ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉള്ള രോഗികൾക്ക് കൂടുതലും കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അടുത്ത സ്റ്റേജാണ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അതിൽ പല പ്രധാനപ്പെട്ട ലക്ഷണങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അതായത് കണ്ണിന് നല്ല മഞ്ഞ, മൂത്രത്തിലും മഞ്ഞളിപ്പ് കാണാം, പിന്നെ പനി, ശരീരം വേദന, വയറുവേദന, പിന്നെ ശരീരം മുഴുവൻ നീര് വരിക, അതായത് കയ്യിൽ കാലിലും നീര്, വയറ്റിലും വയറ് പെരുകി വരിക, അത് വയറ്റിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്ന അവസ്ഥ. പിന്നെ ചിലവർക്ക് ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ ചാൻസ്, അതായത് ശരീരത്തിൽ ചുവന്ന പാടുകളെല്ലാം കണ്ടേക്കാം. പിന്നെ ഇത്തരം അസുഖങ്ങളുള്ള രോഗികൾ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടതാണ്. കാരണം ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഗുരുതരാവസ്ഥമായ രോഗമാണ്. കരളിൽ നല്ല നീർവീക്കം ഉണ്ടാകുകയും കരളിൻ്റെ പ്രവർത്തനം വളരെ അധികം കുറയുകയും ചെയ്യുന്ന അവസ്ഥയാണ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം രോഗികൾ ഇത്തരം ലക്ഷണങ്ങളുള്ള രോഗികൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ. ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും എബി ആണ്. എബി, ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഡോക്ടറെ, ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. ഹലോ ഡോക്ടറെ, ഞാൻ പിന്നെ ഒരു 5 വർഷം കള്ളുകൂടി തൊടത്തില്ലായിരുന്നു. അതിന് മുമ്പ് ഞാൻ ഇച്ചിരൊക്കെ അടിക്കുമായിരുന്നു. ഇപ്പൊ ഈ 6 മാസം മുമ്പ് എന്റെ ഹാർട്ടിന്റെ വാൽവ് മാറ്റിവെച്ചായിരുന്നു. മാറ്റിവെച്ചു. പിന്നെ ഞാൻ ഇപ്പം വൈകിട്ടുമായിട്ടൊരു 60 അടിക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നമുക്ക് ശരീരമായിട്ട് എന്തെങ്കിലും ഇതുണ്ടോ, അതേപ്പം ബ്ലഡ് സർക്കുലേഷൻ നല്ലതാണോ എന്നറിയാനായിട്ട് ഞാൻ വിളിച്ചത്. അതെ, ഹാർട്ടിൻ്റെ വാൽവ് എവിടെയാണ് മാറ്റി വെച്ചത്? KM ചെറിയാൻ ഹോസ്പിറ്റൽ. ഇപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള രോഗികൾക്ക് വേറെ ഹാർട്ട് മറ്റേ ഡയബറ്റീസ് ഇതെല്ലാം ഉണ്ടോ? ഷുഗർ, BP? ചെറുതായിട്ട് ഡയബറ്റീസ് ഉണ്ട്. അത്രയുള്ള രോഗികൾക്ക് ഇങ്ങനെ 60 ml ഏതാണ് കഴിക്കുന്നത്? കൂടുതൽ വീര്യം കൂടിയ ടൈപ്പാണോ കഴിക്കുന്നത്? അതോ ബിയർ? അല്ല, ബ്രാൻഡിയാ. അത് 60 ml എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് കൂടുതലാണ്. അപ്പോൾ ഈ എത്ര വർഷമായി ഇപ്പോൾ കഴിച്ചു തുടങ്ങിയിട്ട്? 6 വർഷം? ഇപ്പൊ 2 മാസമേ ഉള്ളൂ. 2 മാസമായില്ല, 1 മാസമേ ഉള്ളൂ. അത് കുറച്ച് കൂടിയ അളവാണ്. അപ്പോൾ ഇത്ര രോഗികൾക്ക് പ്രധാനമായി ഹാർട്ടൊക്കെ വാൽവ് മാറ്റി വെച്ച രോഗികൾക്കെല്ലാം ഈ മദ്യം ഒട്ടും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ചെറിയ അളവൊക്കെ കഴിക്കുന്നത് തന്നെ ഹൃദയപേശികൾക്ക് ഉണ്ടാകുന്ന മർദ്ദവും കാർഡിയോമയോപ്പതി എന്ന അസുഖം എല്ലാം വരാം. അപ്പോൾ വാൽവൊക്കെ മാറ്റി വെച്ചവർക്ക് കൂടുതൽ റിസ്ക് ഉണ്ടാകാം. പിന്നെ ലിവറിൻ്റെ അസുഖങ്ങളും കൂടുതൽ ഞാൻ പറഞ്ഞ പോലെ വരാം. ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിർത്തുന്നതാണ് നല്ലത്. അത് അത്ര അഡിക്ഷനിലോട്ട് പോയിട്ടില്ലല്ലോ, ഇപ്പോൾ നിർത്താൻ പറ്റുന്ന സ്റ്റേജല്ലേ? അതെ, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഹൃദയം സംബന്ധമായ അസുഖങ്ങളുള്ള രോഗികൾക്ക് ഇത്രയും മദ്യം ഒട്ടും കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ശരി ഡോക്ടർ, നമ്മൾ ഹെപ്പറ്റൈറ്റിസുമായി ബന്ധപ്പെട്ട ചികിത്സയുടെ കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. തുടർന്നോളൂ.
ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഞാൻ പറഞ്ഞ ലക്ഷണങ്ങളുള്ള രോഗികൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് അവരെ IP ആയിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടാണ് ചികിത്സ ചെയ്യുന്നത്. അപ്പോൾ അത്തരം രോഗികൾക്ക് ചിലർക്ക് ICU അഡ്മിഷൻ വേണ്ടി വരുന്നേക്കാം. അപ്പോൾ അത് ബിൽറൂബിൻ്റെ അളവ്, രക്തത്തിലെ അളവ് വളരെ കൂടുതലായിരിക്കാം. പിന്നെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള അളവെല്ലാം കുറവായിരിക്കാം. അങ്ങനെ രോഗികൾക്ക് പ്ലാസ്മ വേണ്ടി വരും. പിന്നെ ഇഞ്ചെക്ഷൻസും മറ്റേ മരുന്നുകളും തൈമിൻ ഇഞ്ചെക്ഷൻസ് എല്ലാം വേണ്ടി വന്നേക്കാം. പിന്നെ ഇത്തരം രോഗികൾക്കെല്ലാം മദ്യം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ആൽക്കഹോൾ വിഡ്രോവൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട അസുഖമുണ്ട്. അതായത് വിഭ്രാന്തി കാണിക്കുക, ഉറക്കം കുറവ്, ശരീരം മുഴുവൻ വെപ്രാളം, കൈയും ശരീരം മുഴുവൻ വിറയൽ എന്നിവയെല്ലാം അത് ആൽക്കഹോളിക് വിഡ്രോവൽ ഡെലീരിയം ട്രെമൻസ് എന്ന് പറയുന്ന അസുഖമാണ്. അപ്പോൾ അതിനും നമ്മൾ ഇഞ്ചെക്ഷൻസും ഉറക്കത്തിനുള്ള മരുന്നുകളും എല്ലാം കൊടുക്കുന്നതാണ്. അപ്പോൾ അതും പ്രധാനപ്പെട്ട ചികിത്സയാണ്. പിന്നെ ലിവറിൻ്റെ നീർവീക്കം കുറയ്ക്കാനായിട്ടുള്ള ചില ഗുളികകൾ, പെൻഡോക്സിഫിലിൻ, ചില ആളുകൾക്ക് ചില സ്റ്റിറോയിഡ് ഗുളികകൾ എന്നിവയെല്ലാം ആവശ്യമായി വന്നേക്കാം. ഇത്തരം ഇതുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ വയറ്റിൽ നിന്ന് ഫ്ലൂയിഡ് കുത്തിയെടുക്കുക, പിന്നെ രക്തത്തിൻ്റെ പ്ലാസ്മ, അത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള പ്ലാസ്മ ഇഞ്ചെക്ഷൻസ്, ബ്ലഡ് പ്രൊഡക്ട്സ് എന്നിവയെല്ലാം അത്യാവശ്യമായി വന്നേക്കാം. ചില രോഗികൾ ഇതൊന്നും കൊണ്ട് ഇമ്പ്രൂവ് ആയില്ലെങ്കിൽ പിന്നെ ലിവർ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ, അതായത് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് കരൾ മാറ്റി ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം. അത് വളരെ എൻ സ്റ്റേജ് ആയിട്ടുള്ള ചില ആൾക്കാർക്ക് ഇതൊന്നും മരുന്നിലൊന്നും റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ഇത് വളരെ സീരിയസമായ രോഗമാണ്. അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവൾക്ക് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത്തരം ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന അസുഖം വളരെ നിസ്സാരമായി നമ്മൾ എടുക്കരുത്. അത് എത്രയും പെട്ടെന്ന് ആദ്യം സ്റ്റേജിൽ തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ അത് ഗുരുതരമായി ഭാവിയിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ്, അതായത് രക്തം ഛർദ്ദിക്കുക, പിന്നെ ഓർമ്മക്കുറവ്, പിന്നെ വയറ്റിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുക എന്നിവയെല്ലാം കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു വിദഗ്ധനായ ഗാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണിക്കുകയും അത് അഡ്മിറ്റ് ചെയ്തിട്ട് മരുന്ന് ലഭ്യമാക്കുകയും ചെയ്യേണ്ടതാണ്. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കരുനാഗപ്പള്ളിയിൽ നിന്നും പ്രഭയാണ്. പ്രഭ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം ഡോക്ടർ. പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്ക് 65 വയസ്സുണ്ട്. അപ്പോൾ ഒരു വർഷം മുമ്പ് നോക്കിയപ്പം ലിവർ സിറോസിസ്, നോൺ ആൽക്കഹോളിക് സിറോസിസിന്റെ ഗ്രേഡ് 1 സ്റ്റേജ് എന്നാ പറഞ്ഞത്. ഗ്രേഡ് 1 എന്ന് പറഞ്ഞത്. ഇപ്പൊ യുഡിലിവ് എന്ന് പറയുന്ന ഒരു മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ മൾട്ടി വിറ്റാമിൻ, ഒമേഗ ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ലിവറിന്റെ ഫാറ്റി ലിവർ ആണോ അതോ സിറോസിസ് എന്ന് പറഞ്ഞായിരുന്നോ? സിറോസിസിന്റെ ഫാറ്റി ലിവർ കഴിഞ്ഞു, സിറോസിസ് ആയിട്ടുണ്ട്. അതിന്റെ ഗ്രേഡ് 1 സ്റ്റേജ് എന്നാ പറഞ്ഞത്. അതെ. നിങ്ങൾക്ക് വേറെ ഡയബറ്റീസ്, BP ഉണ്ടോ? ചൈൽഡ് എ സ്റ്റേജ് എന്നാ പറഞ്ഞത് ഡോക്ടർ. അതെ. ഇപ്പോൾ ഷുഗർ, BP എന്നിവയെല്ലാം ഉണ്ടോ? ഷുഗർ ഇല്ല. BPക്ക് പിന്നെ ഒരു ഗുളിക കഴിക്കുന്നുണ്ട്. വേറെ കൊളസ്ട്രോൾ ഒന്നുമില്ല. അതെ. പിന്നെ വേറെ എന്തെങ്കിലും കാലിൽ നീരുകയോ വരികയോ, മഞ്ഞപ്പിത്തം അങ്ങനെ കാലിന് ഇടയ്ക്ക് ചില ദിവസങ്ങൾ ഇങ്ങനെ നീര് വരാറുണ്ട്. പക്ഷെ അത് കാല് പൊക്കി വെച്ച് കിടന്നു കഴിയുമ്പോൾ അങ്ങ് മാറാറുണ്ട്. അതെ. നിങ്ങൾ മദ്യം ഒന്നും ഉപയോഗിക്കാറില്ലല്ലോ? ഹാർട്ട് ബീറ്റ് എപ്പോഴും 55-നും 60-നും ഇടയ്ക്കാണ് നിൽക്കുന്നത്. അതെ. ഇത് മദ്യപാനം വല്ലതും ഉണ്ടായിരുന്നു നേരത്തെ വല്ലോ? ഒന്നും ഉപയോഗിക്കുന്ന ആളല്ല. പുകവലി, മദ്യപാനം ഒന്നുള്ള ആളല്ല. അപ്പോൾ ഇത് മെറ്റബോളിക് അസോസിയേറ്റ് ലിവർ ഡിസീസ് എന്ന് പറയുന്നത്, അതായത് ഈ ഡയബറ്റീസ്, BP ഉള്ളവർക്കും തടിയുള്ളവർക്കും എല്ലാം ഫാറ്റി ലിവർ വന്നിട്ട് ചിലർക്ക് സിറോസിസ് ആവാം. അപ്പോൾ അതിനെ നോൺ ആൽക്കഹോളിക് സ്റ്റേറ്റ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ ഇത് ലിവറിൻ്റെ ഈ വടുക്കൾ വരുന്ന ഫൈബ്രോസിസ് കുറയ്ക്കാനുള്ള ഗുളികകളാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ള ഗുളികകൾ ഇപ്പോൾ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അത് ലിവറിൻ്റെ എത്രത്തോളം കട്ടി ഉണ്ടെന്നുള്ള ടെസ്റ്റ് ചെയ്തിട്ട് അതിന് കുറയ്ക്കാനുള്ള ഗുളികകളുണ്ട്. നിങ്ങൾ എവിടെയാണ് കാണിക്കുന്നത്? ഞാൻ കരുനാഗപ്പള്ളിയിലാണ്. അതെ. അപ്പോൾ അത് ചൈൽഡ് A ആണെങ്കിൽ അത് ആരംഭ സ്റ്റേജിലാണ്, സ്റ്റേജ് 1 ലിവർ സിറോസിസ് ആണ്. അപ്പോൾ അത് നമ്മൾ ഈ 300 ആണ് കഴിക്കുന്നത്. അതെ. പിന്നെ ബാക്കി omega-3 ഗുളിക കഴിക്കണം. പിന്നെ ഈ മൾട്ടി വിറ്റാമിനും കഴിക്കുന്നുണ്ട്. പിന്നെ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയിട്ട് എനിക്കില്ലായിരുന്നു. എനിക്ക് ഹാർട്ടിന്റെ ഒരു ഇത് കഴിഞ്ഞായിരുന്നു. EP സ്റ്റഡി നടത്തിയിട്ട് RFA ചെയ്തായിരുന്നു. അതെ. പിന്നെ ഇത് ലിവറിന്റെ സ്റ്റിഫ്നെസ് നോക്കിയിട്ട് ഫൈബ്രോസ്കാൻ ടെസ്റ്റ് ചെയ്തായിരുന്നു? ഫൈബ്രോസ്കാൻ അല്ല, 6 മാസം കൂടുമ്പോൾ സ്കാൻ ചെയ്യുന്നുണ്ട്. 2 മാസം കൂടുമ്പോൾ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ ഡോക്ടറെ വിളിച്ചത് എനിക്ക് കഴിക്കാവുന്ന ഭക്ഷണം എന്തൊക്കെയാണെന്നുള്ളതൊന്ന്. അത് പ്രധാനമായിട്ടും ആഹാരത്തിൽ ഈ അമിതമായ കൊഴുപ്പും ഉപ്പും എല്ലാം കുറയ്ക്കണം. ഈ എണ്ണവർഗ്ഗങ്ങളും പൂരിത കൊഴുപ്പ് കൂടിയ ആഹാരങ്ങളുണ്ടല്ലോ, അതായത് മാംസങ്ങളുണ്ടല്ലോ, ബീഫ്, മട്ടൺ, കൂടുതൽ കൊഴുപ്പ്, നെയ്യ്, ഡാൽഡ, അതൊക്കെ എല്ലാം കുറയ്ക്കുക. പിന്നെ ഉപ്പിൻ്റെ അംശം വളരെ കുറയ്ക്കുക. ഉപ്പ് അത് കഴിക്കാം. 1 സ്പൂൺ ഉപ്പ് മാത്രമാണ് ഡെയിലി കഴിക്കുക ടോട്ടൽ.
പിന്നെ ഉള്ളത് ആഹാരത്തിൽ കൂടുതൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുക. അരിയാഹാരം കുറയ്ക്കുക എന്നുള്ളതാണ്. അരിയാഹാരം കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക. രാത്രി അരിയാഹാരം കുറയ്ക്കുക. ഓ, വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, ഈ ആൽക്കഹോളിക് സിറോസിസ് എന്ന് പറയുന്നത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറെ കേൾക്കുന്ന ഒരു രോഗമാണ്. എന്താണ് ഈ ആൽക്കഹോളിക് സിറോസിസ്? എന്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ? ഒരു വ്യക്തി ഒരു 10 വർഷത്തോളം കൂടുതൽ നമ്മുടെ ഒരു 60 ഗ്രാമിൽ കൂടുതൽ ആൽക്കഹോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് ലിവർ ഒരു 30% ആൾക്കാർക്ക് ലിവർ സിറോസിസ്, അതായത് ലിവറിന് ഉണ്ട കോശങ്ങൾക്ക് പെർമനൻ്റ്, അതായത് സ്ഥായിയായ ഡാമേജ് വരികയും നാശം വരികയും അതെല്ലാം വടുക്കളായി തീരുകയും ചെയ്യും. അതായത് ഫൈബ്രോസിസ് വരും. അപ്പോൾ ഈ കരളിൻ്റെ പ്രവർത്തനം വളരെ കുറയുകയും അത് ലിവർ സിറോസിസ്, കരൾ വീക്കത്തം എന്ന് പറയുന്ന അസുഖത്തിലോട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അതിന് പല സ്റ്റേജസ് ഉണ്ട്. അതിന് ആദ്യ സ്റ്റേജ് എന്ന് പറയുന്നത് കോമ്പൻസേറ്റഡ് ലിവർ ഡിസീസ് എന്ന് പറയും. ഇപ്പോൾ അത്തരം സ്റ്റേജുകൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും അറിയത്തില്ല. പലപ്പോഴും ഈ ക്ഷീണം, ചെറിയ മൂത്രത്തിൽ മഞ്ഞളിപ്പ് കാണിക്കാം, പിന്നെ കാലിലെ നീര്. പിന്നെ ഇത് കൂടുതൽ ഇത്തരം രോഗികൾ വീണ്ടും മദ്യം കഴിക്കുകയാണെങ്കിൽ ഡീകോമ്പൻസേറ്റഡ് ലിവർ ഡിസീസ്, അതായത് സ്റ്റേജ് 2 മാറും. അത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലിവർ ഡിസീസാണ്. അപ്പോൾ അത്തരം രോഗികൾക്ക് വളരെ ഗുരുതരമായ ലക്ഷണങ്ങൾ കണ്ടേക്കാം. അതായത് രക്തം വൊമിറ്റ് ചെയ്യുക, ബ്ലഡ് ഛർദ്ദിക്കുക എന്ന് പറയും. പിന്നെ മലത്തിൽ കൂടെ ബ്ലഡ് കറുപ്പ് നിറത്തിൽ പോവുക. പിന്നെ മൂത്രവും കണ്ണിലെല്ലാം മഞ്ഞളിപ്പ് കാണിക്കുക. ശരീരം മുഴുവൻ നീര്, വയറ്റിലും കാലിലുമെല്ലാം നീര്. പിന്നെ ഓർമ്മക്കേട്, അതായത് ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി എന്ന് പറയും. പിന്നെ ചിലവർ ബോധം ഇല്ലാതെ പോവും, അബോധാവസ്ഥയിലായിത്തീരും. ഇവയെല്ലാം ഈ സിറോസിസിൻ്റെ അഡ്വാൻസ് സ്റ്റേജിലാണ് കാണുന്നത്. പിന്നെ വേറൊരു 3rd സ്റ്റേജാണ് ഈ ലിവറിൻ്റെ ക്യാൻസർ എന്ന് പറയുന്നത്. കുറേ നാൾ ഇങ്ങനെ സിറോസിസ് ഉള്ള ആൾക്ക് ചിലപ്പോൾ ലിവറിൽ മുഴകൾ വരാം. അതായത് കരളിലുണ്ടാകുന്ന ഹെപ്പറ്റോസെല്ലുലാർ ക്യാൻസർ എന്ന് പറയും. അപ്പോൾ അത്തരം രോഗികൾക്ക് സ്പ്രെഡായിട്ട് പല ഭാഗങ്ങളിലോട്ട് വ്യാപിച്ചേക്കാം. അപ്പോൾ ഇതാണ് ലിവറിൻ്റെ സിറോസിസ് എന്ന് പറയുന്ന അസുഖം. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തി അത് ചികിത്സിക്കുകയാണെങ്കിൽ അത് അഡ്വാൻസ് സ്റ്റേജിലോട്ട് അത് പോകുന്നത് നമുക്ക് തടയാൻ കഴിയും. അഡ്വാൻസ് സ്റ്റേജിലോട്ട് പോയാൽ പിന്നെ നമുക്ക് വളരെ ചികിത്സ കുറവാണ്. പിന്നെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന ചികിത്സ രീതികൾ മാത്രമേ ഉള്ളൂ. ആദ്യ സ്റ്റേജിൽ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ലിവറിൻ്റെ പ്രവർത്തനം ഇമ്പ്രൂവ് ചെയ്യാനുള്ള മരുന്നുകൾ കൊടുക്കാൻ പറ്റും. പിന്നെ വയറ്റിലുണ്ടാകുന്ന ഫ്ലൂയിഡ്, അതായത് മഹോദരം എന്ന് പറയും, അത് വെള്ളം കുത്തിയെടുക്കുകയും വയറ് നീര് കുറയാനുള്ള ഗുളികകളെല്ലാം കൊടുക്കും. പിന്നെ ബ്ലഡ് ഛർദ്ദിക്കുകയാണെങ്കിൽ അതിനെ എൻഡോസ്കോപ്പി ചെയ്ത് ബാൻഡ് ഇടുകയും പിന്നെ പ്രഷർ കുറയ്ക്കാനുള്ള, ലിവറിൻ്റെ പ്രഷർ കുറയ്ക്കാനുള്ള ഗുളികകൾ, പ്രൊപ്രാനോൾ തുടങ്ങിയ ഗുളികകൾ കൊടുക്കാൻ കഴിയും. പിന്നെ ഓർമ്മക്കേട് വരികയാണെങ്കിൽ അത് വരാതിരിക്കാനുള്ള എൻസെഫലോപ്പതി വരാതിരിക്കാനുള്ള മരുന്നുകൾ എന്നിവ കൊടുക്കാം. പിന്നെ ഇത് കുറേ സ്റ്റേജ് കഴിയുമ്പോൾ ഈ മരുന്നുകൾക്കെല്ലാം റെസ്പോൺസ് വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള രോഗികൾക്ക് നമുക്ക് ഇനി ഭാവിയിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തന്നെ ആവശ്യമായി വന്നേക്കാം. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. മലപ്പുറത്ത് നിന്നും ശ്രീകുമാറാണ്. ശ്രീകുമാർ, പറഞ്ഞോളൂ. ഹലോ. പറയൂ ശ്രീകുമാർ. നമ്മള് മറ്റേ ആന്റിബയോട്ടിക് പാരസെറ്റമോള് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ലിവർ രോഗങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് പറയൂ. ലിവറിൻ്റെ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ഹാനികരമായ അസുഖങ്ങളാണ് പാരസെറ്റമോൾ എന്നത്. ഇതെല്ലാം ഒരു ഡോസിൽ കൂടുതൽ കഴിച്ചാൽ, ഏകദേശം ഒരു 10-15 കൂടുതൽ കഴിച്ചാണെങ്കിൽ നമ്മുടെ ലിവറിനെ അത് ബാധിക്കും. അത് ലിവറിൻ്റെ ഈ പാരസെറ്റമോൾ എന്ന് പറയുന്ന അത് കൂടുതൽ കഴിക്കുമ്പോൾ കൂടുതൽ ടോക്സിൻ പ്രൊഡക്റ്റായി മാറുന്നുണ്ട്. അപ്പോൾ അത് കരളിനെ ബാധിക്കുകയും അത് ലിവറിൻ്റെ കോശങ്ങൾക്ക് ഡാമേജ് കൊണ്ടുവരികയും അത് ലിവർ ഫെയിലറിലോട്ട് വരികയും ചെയ്യാം. അതായത് ലിവറിൻ്റെ എൻസൈംസ് എല്ലാം കൂടി പ്രധാനപ്പെട്ട ബിൽറൂബിൻ എന്നിവയെല്ലാം കൂടി ചിലപ്പോൾ അബോധാവസ്ഥയിലേ ആയേക്കാം. അപ്പോൾ അത് അവിടെ ടോക്സിക് ആയിട്ടുള്ള ചിലർ ഇപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഈ ഓവർ ഡോസ് കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രോഗികൾക്ക് ലിവറിൻ്റെ പ്രവർത്തനം വളരെ കുറവായിരിക്കും. അപ്പോൾ ചില നെക്രോസിസ് എന്ന് പറഞ്ഞാൽ ലിവറിൻ്റെ കോശങ്ങൾക്ക് നല്ല നാശം സംഭവിച്ച് ചിലപ്പോൾ ലിവറിൻ്റെ പ്രവർത്തനം വളരെ കുറയുകയും അബോധാവസ്ഥയിലാവുകയും പിന്നെ ലിവർ മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം. അപ്പോൾ ലിവറിൻ്റെ ഒരു സേഫ് ഡോസിൽ കൂടുതൽ നമ്മൾ ഒരു ഗുളികയും കഴിക്കരുത്. അതായത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചല്ലാതെ ഒരു മരുന്ന് പോലും കഴിക്കരുത്. അത് എല്ലാം ലിവറിനെ ബാധിക്കുന്നതാണ്. വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, ഈ ലിവർ സിറോസിസ് എന്ന് പറയുന്നതും ഈ മദ്യപാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന ഒരു രോഗമാണ്. അതിൻ്റെ ചികിത്സാ രീതികൾ എന്തെല്ലാമാണ്? ലിവർ സിറോസിസ് ആരംഭ ദിശയിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ അത് ക്ഷീണം, മൂത്രം മഞ്ഞ, ശരീരം മുഴുവൻ മഞ്ഞായിട്ട് വരിക,
അതിനെല്ലാം നമ്മൾ ഈ ലിവറിൻ്റെ ഈ കോശങ്ങൾക്ക് വീണ്ടും ജീവിക്കാനുള്ള മരുന്നുകൾ കൊടുക്കുന്നതാണ്. അതായത് അർസോഡിയോക്സിക്കോളിക് ആസിഡ് എന്നീ ഗുളികളുണ്ട്. പിന്നെ വൈറ്റമിൻ കെ ഇഞ്ചെക്ഷൻസ്, പിന്നെ വയറ്റിൽ നീര് വരികയാണെങ്കിൽ ഫ്ലൂയിഡ് കുറയ്ക്കാനുള്ള ഗുളികൾ, ഡയോറിറ്റിക്സ്, മൂത്രത്തിൽ കൂടെ നീര് പോവുക, അതിനുള്ള ഗുളികൾ കൊടുക്കും. പിന്നെ രക്തം ഛർദ്ദിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എൻഡോസ്കോപ്പി ചെയ്തിട്ട് ചിലപ്പോൾ ഞരമ്പുകൾ വീർത്തിട്ടുണ്ടെങ്കിൽ അത് ബാൻഡിങ് എന്ന് പറയും, എൻഡോസ്കോപ്പിക് ഇവിയൽ ബാൻഡിലേഗേഷൻ. ഇത് പിന്നെ ലിവറിൻ്റെ പ്രഷർ കുറയ്ക്കാനുള്ള ഗുളിക എന്നിവയാണ് ഏറ്റവും പ്രധാനമായിട്ട് കൊടുക്കുന്നത്. പിന്നെ അബോധാവസ്ഥ, അതായത് ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി എന്ന് പറയുന്ന അസുഖമുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടി ചില പ്രത്യേക മരുന്നുകൾ കൊടുക്കും. അതും ദീർഘകാലം കഴിക്കേണ്ടതാണ്. പിന്നെ ഏറ്റവും പ്രധാനം ഇവയെല്ലാം ഈ ഭക്ഷണത്തിലും ജീവിതശൈലിയിലും ഉണ്ടാകുന്ന വരുത്തേണ്ട ചില മാറ്റങ്ങളാണ്. ഭക്ഷണത്തിൽ നമ്മൾ ആഹാരത്തിലുള്ള ക്രമീകരണം എന്ന് പറയുന്നത് കൂടുതൽ പൂരിത കൊഴുപ്പുകളെല്ലാം ഒഴിവാക്കുക. പിന്നെ അമിതമായ ഷുഗർ, അതായത് പഞ്ചസാരയുടെയും കാർബോഹൈഡ്രേറ്റിൻ്റെയും അന്നജത്തിൻ്റെയും അളവ് കുറയ്ക്കുക. കൂടുതൽ പ്രോട്ടീനുള്ള ആഹാരം കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ്. പ്രോട്ടീൻ കൂടുതൽ എഗ് വെയിറ്റ് ആണ് പറയുന്നത്, മുട്ടയുടെ വെള്ള കഴിക്കാൻ പറയും. പിന്നെ ആഹാരത്തിൽ ഉപ്പിൻ്റെ അംശം ഒരു സ്പൂൺ കൂടുതൽ ഉപ്പ് ആഹാരത്തിൽ ഉപയോഗിക്കരുത്. ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഭക്ഷണത്തിൽ വരുത്തേണ്ട ശീലം. പിന്നെ ജീവിതശൈലിയിലുണ്ടാകുന്ന ആഹാരത്തിൻ്റെ മിതമായ ആഹാരം, ഇടയ്ക്കിടയ്ക്കുള്ള മിതമായ ആഹാരം കഴിക്കുക. പിന്നെ കുറച്ച് അരമണിക്കൂറെങ്കിലും എക്സസൈസ്, അതായത് നടക്കാൻ പറ്റുന്നവർക്ക് ഒരു എക്സസൈസ് നടക്കാൻ പോവാം. പിന്നെ അത് കൂടുതൽ വഷളാവുന്ന സ്ഥിതിയിൽ എത്തുമ്പോൾ നമുക്ക് അങ്ങനെ എക്സസൈസ് ഒന്നും അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും രഘുവാണ്. രഘു, ചോദിച്ചോളൂ. പറയൂ. ഹലോ രഘു, കേൾക്കാമോ? ഹലോ ഡോക്ടർ. പറയൂ. ചോദിച്ചോളൂ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. ഡോക്ടർ, എനിക്കിപ്പം 72 വയസ്സുണ്ട്. ഡോക്ടർ, എനിക്കിപ്പം 72 വയസ്സുണ്ട് ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ കേൾക്കാം. ഡോക്ടർ എനിക്കിപ്പം 72 വയസ്സുണ്ട്. പറഞ്ഞോളൂ. എനിക്ക് ഞാനീ ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കണേ. തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഡോക്ടർക്ക് ചികിത്സയ്ക്ക് പോയി. തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട് തൈറോയിഡുമായിട്ട് പറഞ്ഞോളൂ. ടിവിയിൽ ശ്രദ്ധിക്കരുത്, ചോദിച്ചോളൂ, തുടർന്നോളൂ. അതിന് ഒരുപാട് അതിന് വേണ്ട മരുന്നെല്ലാം ടെസ്റ്റ് ചെയ്ത് ഓരോ 2 മാസം കൊണ്ട് ടെസ്റ്റ് ചെയ്ത് മരുന്ന് കഴിക്കുന്നുണ്ട്. ടെസ്റ്റ് ചെയ്ത് മരുന്നെല്ലാം കഴിക്കുന്നുണ്ട്. അതെ, പറഞ്ഞോളൂ. ആ ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? ക്ലിയർ അല്ല. പറയാം, കേട്ടോ. പറഞ്ഞോളൂ. ആ കോള് കട്ടായിരിക്കുകയാണ്. ഡോക്ടർ, നമ്മൾ ലിവർ സിറോസിസിന്റെ ചികിത്സാ രീതികളെക്കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. തുടർന്നോളൂ. ഈ ഡീകമ്പൻസേറ്റഡ് ലിവർ ഡിസീസ് എന്ന് പറയുന്നത്, അതായത് സ്റ്റേജ് 2 ആൻഡ് എബോവ് എന്ന് പറയുന്നത്, ലിവറിൻ്റെ പ്രവർത്തനം വളരെയധികം കുറയുന്ന അവസ്ഥയിൽ നമുക്ക് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം വയറ്റിൽ നിന്ന് ഫ്ലൂയിഡ് കുത്തിയെടുക്കേണ്ടി വരും. പിന്നെ വയറ്റിൻ്റെ ഈ ഫ്ലൂയിഡ് ഇടയ്ക്കിടയിൽ കുത്തിയെടുക്കുന്നതിന് ആൽബുമിൻ ഇഞ്ചക്ഷൻ, അതായത് ആൽബുമിൻ ഇഞ്ചക്ഷൻ, വില കൂടിയ ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ ചില രോഗികൾക്ക് അത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുത്തിയെടുക്കും പാടുള്ള രോഗികൾക്ക്, അതായത് ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി എന്നീ ഓർമ്മയുടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന രോഗികൾക്ക് ട്രാൻസ് ജുഗുലാർ ഇൻട്രാഹെപ്പാറ്റിക് പോർട്ടോസിസ്റ്റമിക് ഷണ്ട് എന്ന് പറയുന്ന ടിപ്സ് എന്നുള്ള ഒരു പ്രൊസീജിയർ ആവശ്യമായി വന്നേക്കാം. അത് ഇത് റേഡിയോളജി പ്രൊസീജിയറാണ്. അത് ലിവറിൻ്റെ പ്രഷർ കുറയ്ക്കാനുള്ള ഈ ഒരു പ്രൊസീജിയറാണ്. പിന്നെ ദീർഘനാൾ ഇത് ബുദ്ധിമുട്ട് വരുന്നവർക്ക് ഇത് ലിവറിൻ്റെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അതായത് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ആവശ്യമായി വരുന്നത്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ 2 രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന് കടാവർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് മരിച്ച ആൾക്കാരുടെ ഈ ലിവർ എടുത്ത് മാറ്റിവെക്കുകയാണ്. പിന്നെ വേറൊരു രീതി എന്ന് പറയുന്നത് ലിവിങ് ഡോണർ ട്രാൻസ്പ്ലാന്റ്, അതായത് ജീവനുള്ള ആളുടെ ഒരു കരൾ പകുത്ത് രോഗിക്ക് നൽകുന്ന അവസ്ഥ, അതാണ് ലിവിങ് ഡോണർ ട്രാൻസ്പ്ലാന്റ്. നമ്മുടെ കേരളത്തിൽ കൂടുതൽ ഇപ്പോൾ നടക്കുന്നത് ലിവിങ് ഡോണർ ട്രാൻസ്പ്ലാന്റ് ആണ്. കടാവർ ട്രാൻസ്പ്ലാന്റേഷൻ വളരെ കുറവാണ്. കാരണം ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മുടെ കൂടെ ആലുവയിൽ നിന്നും ജോസഫ് എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ജോസഫ്, ചോദിച്ചോളൂ. പറയൂ. ജോസഫ്, കേൾക്കാമോ? ചോദിച്ചോളൂ. സാർ, പറഞ്ഞോളൂ. സ്ട്രോക്ക് വന്നിട്ട് 5 വർഷമായി.
ആ അപ്പൊ പണ്ട് മുതലേ ഫാറ്റി ലിവർ ഉണ്ട്. ആ അപ്പൊ അതിനിപ്പോ ഞാൻ ഗ്യാസ്ട്രോന്റെ ചികിത്സയും ഉണ്ട് എനിക്ക്. ആ ഹലോ, ആ പറഞ്ഞോളൂ. മദ്യം കഴിക്കലൊന്നുമില്ല. അതെ, വേറെ ഡയബറ്റീസ്, BP, കൊളസ്ട്രോൾ എന്നിവയെല്ലാം ഉണ്ടോ? BP ഉണ്ട്, ഷുഗറും ഉണ്ട്. അതെ അതെ. ഇപ്പോൾ ഫാറ്റി ലിവർ കണ്ടിട്ട് എത്ര വർഷമായി? ഇപ്പൊ ഈ ലിവറിന്റെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോ ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു, ന്യൂമോണിയ വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ. അപ്പൊ അത് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ശരീരത്തിൽ ഇപ്പൊ കുമിളകൾ പോലെ വന്നു. കുമിളേ? ഹലോ ഹലോ, കേട്ടില്ല. ഹലോ ജോസഫ്, കോള് കട്ടായിരിക്കുന്നു. ഡോക്ടർ, അവസാനമായൊരു ചോദ്യം കൂടി, നമ്മുടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഈ മദ്യപിക്കുന്ന ആൾക്കാരിൽ മദ്യപാനം എങ്ങനെ നിർത്താം, അതിനുള്ള മാർഗങ്ങൾ കൂടി ഒന്ന് ചുരുക്കി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കാരണത്തിനൊരു വിപത്താണ് മദ്യപാനം. അത് അഡിക്ഷൻ, അതായത് മദ്യത്തിന് ആസക്തി വർദ്ധിക്കുകയാണെങ്കിൽ അതിന് അടിമയായി തീരും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് അതിനെ അത് ട്രീറ്റ് ചെയ്ത് അതിൻ്റെ ആസക്തി കുറയ്ക്കാൻ ഉള്ള മരുന്നുകളെല്ലാം ലഭ്യമാണ്. അതായത് മദ്യത്തിന് ആസക്തി കുറയ്ക്കാനുള്ള ആൻറ്റി ക്രേവിങ് ഡ്രഗ്സ്, ബാക്ലോഫെൻ, മറ്റുള്ള അക്രോംപ്രസിർ എന്നിവ ഗുളികകൾ ലഭ്യമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിൻ്റെ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ ഡോക്ടറെ കണ്ടിട്ട് അത് ചികിത്സ ലഭ്യമാക്കേണ്ടതാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഇത് കൗൺസിലിംഗ് ആണ്. അതായത് മോട്ടിവേഷണൽ കൗൺസിലിംഗ് ചെയ്തിട്ട് നമ്മൾ ഫാമിലി കൂടെ സപ്പോർട്ടിങ് കൂടി മദ്യം നിർത്താനുള്ള ചികിത്സ തുടരേണ്ടതാണ്. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ മദ്യം ആരംഭദിശയിൽ തന്നെ ഇത് നിർക്കുകയാണെങ്കിൽ പിന്നെ കൂടുതൽ വിപത്തുകളിൽ നിന്ന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആരംഭദിശയിൽ തന്നെ ഇത് കണ്ടെത്തി നമുക്ക് ചികിത്സിക്കാൻ പറ്റും. നമ്മുടെ ഹലോ ഡോക്ടറിന് അനുവദിച്ചിരിക്കുന്ന സമയം ഏതായാലും കഴിയുകയാണ്. മദ്യപാനം കരളിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്തത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ A. ഷാനിദാണ്. നന്ദി ഡോക്ടർ. ഇതോടെ ഹലോ ഡോക്ടർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.